ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്ന നന്മ പിന്തുടർന്ന് വരുന്നുണ്ട് അല്ലേ? പക്ഷെ ആ നന്മ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യാചിക്കണം. ആരോട്? നമ്മുടെ ഒരു പ്രശ്നം എന്നറിയാം, മനുഷ്യനോട് യാചിച്ചാൽ മനുഷ്യനോട് എത്ര വേണേലും മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടാനോ യാചിക്കാനോ നമുക്ക് ഒരു നാണക്കേടും. ചിലരെ യാചന കണ്ടു കഴിഞ്ഞാൽ തൊലി രജിസ്റ്റേഡ് ചെയ്ത് തീർക്കാണെന്ന് വിചാരിക്കും. അതുപോലെ യാചിക്കുന്നത് കാണാം. പക്ഷെ ഒരു നിമിഷം ദൈവത്തോട് യാചിക്കാൻ സ്വതം പറയുന്നത്. ചില മനുഷ്യനോട് യാചിക്കും, പക്ഷെ ഒരു വാക്ക്, ദൈവമേ എന്റെ അവസ്ഥ നീ അറിയുന്നു, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, ഒന്ന് ഹൃദയം തകർത്തൊന്ന് പറഞ്ഞു നോക്ക്. നീ മനുഷ്യനോട് യാചിക്കേണ്ടി വരികയല്ല. ഹലോ, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വിഷയമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഉള്ളു തകർന്ന് ദൈവത്തോട് യാചിക്കാൻ പലപ്പോഴും നമുക്ക് നീങ്ങില്ല. ഒരു 100 രൂപയുടെ ആവശ്യം വന്നു, 100 രൂപയുടെ ആവശ്യം വന്നു. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? 100 രൂപയുടെ ആവശ്യം വന്നു. എന്നാൽ പിന്നെ പായിട്ടിരുന്ന് കഥാവ് എനിക്ക് 100 രൂപയുടെ ആവശ്യമാണ്. അങ്ങനെയാണോ? എത്ര വലിയധികം അത്ഭുതം ചെയ്താണെങ്കിലും ആദ്യം ഇങ്ങനെ കണക്ക്, ഇപ്പൊ 100 രൂപ ചോദിച്ചാൽ ആര് തരും? ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറ്റിയ ആരുണ്ടായി? അല്ലെ? നമ്മുടെ അർജന്റ് ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നവരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ഓൾറെഡി. കിട്ടിക്കഴിഞ്ഞാൽ അവരെ മറന്നാലും ആവശ്യമുള്ള സമയത്ത് നമുക്ക് നല്ല ഓർമ്മയാവരെ. മനസ്സിലായില്ല? കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ മറക്കും, നമുക്ക് ഒരു ഓർമ്മയില്ല, പിന്നെ അവരെ കണ്ടാൽ പോലും അറിയത്തില്ല. പക്ഷെ ആവശ്യം വരുമ്പോൾ അവരെ നല്ല ഓർമ്മയാണ്, അല്ലെ? നമുക്ക് ആവശ്യം വരുമ്പോൾ ദൈവത്തെ നല്ല ഓർമ്മയാണ് നമുക്ക്, അല്ലെ? കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ പോലും നിങ്ങൾ സ്വന്തം പറഞ്ഞു കേൾക്കണോ? ഇന്ന് പകൽ നമ്മുടെ ഓർമ്മയുടെ ലിസ്റ്റിലുള്ളവരുടെ പേര് ഓർത്തെടുത്ത് ആവശ്യങ്ങൾ അവരോട് പറയാൻ പോകുന്നതിന് മുൻപ് നിന്റെ ആവശ്യം ദൈവത്തോട് പറഞ്ഞു നോക്കാൻ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.